അപ്പോൾ എല്ലാവർക്കും നബിദിനാശംസകൾ. നബിദിനം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നബിദിനത്തിൻ്റെ തൊട്ട് തലേന്ന് രാത്രിയുള്ള കുറച്ച് ക്ലിപ്പിങ്സ്. തലേന്നുള്ള നബിദിനത്തിൻ്റെ അന്ന് രാത്രി ഉള്ളതാട്ടോ. ഞങ്ങളെ തൊട്ടടുത്ത് തന്നെയാണ് കരുവമ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ലൈറ്റിൽ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും വന്ന് കാണുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മാത്രം കണ്ടില്ലെങ്കിലും. അപ്പം ഞാൻ എന്ത് ചെയ്ത് മക്കളെ നബിദിനത്തിൻ്റെ ഫ്ലവർ ഷോൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരുന്ന ആ ഒരു സമയത്ത് ഞാൻ രാത്രി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് എന്തായാലും നമുക്കിത് കാണാൻ പോവാന്ന്. അവിടെ എത്തിയപ്പോഴല്ലേ ഇതിൻ്റെ ഭംഗി അറിയുന്നത്. എന്ത് രസമറിയാം, മാഷാല്ലാ, അടിപൊളിയാണ്. കരുവമ്പോയിൽ ആ അങ്ങാടി ഫുള്ള് ഇതേപോലെ ഈ ലൈറ്റിൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും വിചാരിച്ച് കരുവമ്പോയിലല്ലേ, ആ കരുവമ്പോയിൽ റൂട്ട് നമുക്ക് എന്ത് ചെയ്യുക, കരീറ്റുപറമ്പിലേക്കും കൂടി പോവാം. അപ്പോൾ കരീറ്റുപറമ്പിൽ നല്ല അടിപൊളി ആയിരിക്കും, അവിടെ അടിപൊളി ആക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ എന്ത് ചെയ്ത് കരുവമ്പോയിൽ നിന്ന് നേരെ വെച്ച് പിടിച്ച് കരീറ്റുപറമ്പിലേക്ക്. അതാ കാണുന്ന കരീറ്റുപറമ്പ് അങ്ങാടി ഇതേപോലെ തന്നെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലൈറ്റ് ഇങ്ങനെ അലങ്കരിക്കുന്നത് കാണാൻ നല്ല അടിപൊളിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഏതായാലും കരീറ്റുപറമ്പിലത്തെ കണ്ടപ്പോൾ പിന്നെ വിചാരിച്ചു ഏതായാലും നമുക്ക് മാനിപുരത്ത് കൂടി അങ്ങോട്ട് പോവാം. മാനിപുരത്തായ നമ്മളെ ചോലയുണ്ടല്ലോ, ചോലയിൽ പോയി എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ലൈറ്റും കാര്യങ്ങളൊന്നുള്ളത് ഞാൻ എന്ത് ചെയ്തില്ല, അത്രക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷേ നബിദിനായാൽ എല്ലാ പള്ളിയും അങ്ങാടികളൊക്കെ അലങ്കരിക്കലുണ്ട്. പക്ഷെ ഇത്ര ഭംഗിയിൽ നമ്മളെ മാനിപുരം അലങ്കരിച്ചിട്ടുണ്ടെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലെങ്കിൽ. അങ്ങനത്തെ മാനിപുരം അങ്ങാടിയിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ വേറൊരു രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും മാഷാല്ലാ എല്ലാ അലങ്കാരങ്ങളും അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.